ഹലോ ഹാപ്പി ഓണം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമുക്ക് നേരെ തന്നെ അത്തപ്പൂടാൻ പോവാം. ഇവിടെ ഫുൾ മൂഡ് ഓണാണ് കേട്ടോ, ഓണം മൂടാണ്. പക്ഷേ അത്തപ്പൂടാൻ നമുക്ക് ശകലം പൂവേ കിട്ടിയുള്ളൂ. ചേട്ടൻ രാവിലെ തന്നെ പറിച്ച് വെച്ചതിൽ ശകലം പൂവുണ്ട്, അത് വെച്ച് വേണം നമുക്ക് ഇന്ന് അത്തപ്പൂടാൻ. നമ്മുടെ അത്തപ്പൂവിൽ കൂടുതലുള്ളത് തെറ്റിപ്പൂവാണ് കേട്ടോ. ഒരു കമ്മ്യൂണിസ്റ്റ് അത്തത്തിൻ്റെ ഒരു ചുവയായിരുന്നു. ഞാനെങ്കിലും ഉള്ള പൂവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ഗംഭീരമായിട്ടൊരു അത്തപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. അത്തപ്പൂവിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഓണാശംസകൾ, അത് നമുക്ക് മസ്റ്റാണല്ലോ. അങ്ങനെ ഇതായിരുന്നു കേട്ടോ ഫസ്റ്റ് നമ്മൾ റെഡിയാക്കിയത്. ഇങ്ങനെ തെറ്റിപ്പൂ കണ്ടോ, തെറ്റിപ്പൂ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറ്റാവുന്നിടത്ത് എല്ലാം തെറ്റിപ്പൂ വെച്ചങ്ങ് ഡെക്കറേഷൻ ചെയ്തു. എന്നിട്ട് നേരെ തന്നെ കിച്ചണിലേക്ക് പോയി ആദ്യം വെള്ളം ചൂടാക്കി, പിന്നെ ചായ ഇട്ടു, പിന്നെ ഉടനെ തന്നെ കാപ്പിക്കുള്ള പരിപാടിയും ചെയ്തു. കാപ്പിക്ക് ഇന്ന് ഇഡ്ഡലി സാമ്പാറാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അല്ലെങ്കിൽ ദിവസം മാറ്റും. ഇവിടെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി മടുത്താലും ഇവിടെ ഉള്ള അച്ഛനും മക്കൾക്കും ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ദോശ വേണോ ഇഡ്ഡലി വേണോ എന്ന് ചോദിച്ചാൽ അവർ ഇഡ്ഡലി എന്നേ പറയും. ഇനി എന്താണ് അവർക്കത് മടുപ്പുണ്ടാകുന്നത് എനിക്കറിയില്ല കേട്ടോ. എന്നിട്ട് കൈയോട് അടുത്ത അടുപ്പിൽ തന്നെ തോരൻ ഇട്ടായിരുന്നു കേട്ടോ. തോരൻ റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇഡ്ഡലി ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൈയോടെ എടുത്ത് മാറ്റിയിട്ട് കഞ്ഞിക്ക് അങ്ങ് ഇട്ടായിരുന്നു കേട്ടോ. കഞ്ഞിക്ക് ഇട്ടിട്ട് നേരെ തന്നെ വിഴുക്ക് വരട്ടിക്ക് ഇട്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഗ്യാസ് തീർന്ന് ആകെ കൂടെ പെട്ട് കേട്ടോ. വല്ലാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ചേട്ടൻ ഓടിപ്പോയി ഗ്യാസ് എടുത്തിട്ടൊന്ന്, പിന്നെ ഞാൻ വീണ്ടും എൻ്റെ ജോലികളെല്ലാം പടപടാന്ന് ചെയ്തു. 10 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ എല്ലാ ജോലിയും തീർന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം വെച്ചിട്ടുണ്ട്. സലാഡുണ്ട്, ഇഞ്ചിയുണ്ട്, നാരങ്ങയുണ്ട്, ബീട്രൂട്ട് കിച്ചടിയുണ്ട്, കോവയ്ക്ക വിഴുക്ക് വരട്ടി, ക്യാബേജ് തോരൻ, അവിയൽ, കൂട്ടുകറി, പിന്നെ പരിപ്പ് സാമ്പാർ, പിന്നെ സേമിയ പായസം, ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളിന്ന് പോണത് എന്താണെന്നറിയോ, ഇല വെട്ടാനാണ്. ഇവിടെ ഒന്നും ഇലയില്ല. പിന്നെ ഇനി അടുത്തവൻ്റെ പറമ്പിൽ തന്നെ കയറണം. നമ്മൾ ഫാമിലിയോടെ കുടുംബത്തോടെ ഇറങ്ങിയോണ്ടായിരിക്കും. അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ. ഇല ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഫാമിലിയോടെ ഇല വെട്ടാൻ തുടങ്ങി. അങ്ങനെ ഒരു വീട്ടിൻ്റെ സൈഡിൽ ഇല നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ പണി ചെയ്തുകൊണ്ട് നിന്ന വീടായിരുന്നു, ആരും ഇല്ലായിരുന്നു. നമ്മൾ പിന്നെ പയ്യെ കയറി, ചേട്ടാ അതുവഴി അങ്ങ് അപ്പുറത്തൊക്കെ ഇറങ്ങി നമുക്ക് എങ്ങനെയൊക്കെ ഇല ഒപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇല കഴുകുന്ന ഡ്യൂട്ടിയാണ് കേട്ടോ. ഞാനിവിടെ നിന്ന് ഈ സൂപ്പറായിട്ട് വിടുന്നത് ഇപ്പോഴാണ് ഞാൻ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോഴെന്തോ നല്ല സ്വഭാവത്തിൽ നിന്നുകൊണ്ട് ചേട്ടൻ ഒന്നും പറയാതെ മിണ്ടാതിരുന്ന ഇല അല്ലെങ്കിൽ എന്നെ തൂക്കിയെടുത്ത് വെളിയിൽ അറിഞ്ഞേനെ കേട്ടോ. ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒടുക്കത്തെ സൂപ്പറായിട്ട് വിടക്കായിരുന്നു. അങ്ങനെയല്ല, ഇങ്ങനെ കഴുകു, അങ്ങനെ കഴുകു, ഇങ്ങനെ കഴുകു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ മോളായിരുന്നു കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. അതിൻ്റെ ചില പോരായ്മകളുണ്ട്. അവൾ കൈയിട്ട് ഷേക്ക് ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടി ഇരിക്കുന്നത് കേട്ടോ. നേരെ തന്നെ ഇല കഴുകിക്കൊണ്ട് വന്നിട്ട് ഉടനെ തന്നെ മക്കൾക്ക് ചോറ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ചോറ് റെഡിയാക്കി എല്ലാ കറികളുമൊക്കെ വെച്ച് അവർക്കായിരുന്നു കേട്ടോ. ആദ്യം അവരായിരുന്നു നമ്മളെ ഗണപതിക്ക് കൊടുക്കുമ്പോൾ അവർക്കായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വന്നിരുന്നു, അവരെല്ലാവരും കഴിച്ചു. പിന്നെ നമ്മളും കഴിച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ. അത് കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ട് നമ്മൾ നടക്കാൻ, കാരണം രാവിലെ ഒരുപാട് പായസം കുടിച്ചു. അപ്പോൾ അതെല്ലാം ഇനി നടന്ന് തീർക്കണ്ടേ. അങ്ങനെ നടക്കാൻ ഇറങ്ങിയിരുന്നു കേട്ടോ. നടക്കാനിറങ്ങി വീട്ടിൽ വന്ന് നല്ല തളർന്നു വന്നു. ഇനി ഒന്ന് കിടന്നുറക്കാം. ശുഭം. താങ്ക് യു.